ഈശോ ദൈവത്തിൻ്റെ പുത്രൻ ആണെന്നും അവിടത്തേക്കുള്ള അധികാരം പാമ്പുന്നതിന് അധികാരമാണെന്നും രക്ഷ ഈശോയിൽ നിന്നാണ് പുറപ്പെടുന്നതെന്നും നാം പ്രഘോഷിക്കുന്ന സത്യമാണ്. ധനകാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയ്ക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം നടന്നെടുക്കുന്നത് നോമ്പുകാലത്തിലേക്കാണ്. നമ്മുടെ കർത്താവ് തൻ്റെ പാപപരിഹാര ബലി നിർവഹിക്കുന്ന കാൽവറിയിൽ അർപ്പിക്കപ്പെട്ട നിത്യമായ ബലി അർപ്പിക്കപ്പെടുന്ന ആ സംഭവത്തിലേക്കും നോമ്പുകാലം മുഴുവൻ നാം ഒരുങ്ങി അതനുഷ്ഠിക്കുന്ന വലിയ ആഴ്ചയിലേക്കും നാം പ്രവേശിക്കുന്നതിന് മുൻപ് ഇവിടെ നാം ഈശോയുടെ വ്യക്തിത്വവും ആ വ്യക്തിത്വത്തിൻ്റെ വ്യക്തിയ സ്വഭാവ ഗുണങ്ങളും ഒക്കെ പരിചിന്തനം ചെയ്തു വരികയാണ്. ധനകാലത്ത് ഈശോ ദൈവത്തിനാണെന്നും ഈശോയുടെ വ്യക്തിത്വത്തിൽ നിർവഹിക്കപ്പെട്ട രക്ഷണീയ കർമ്മമാണ് എന്നും അതാണ് നമുക്ക് രക്ഷ കൈവരിക്കുന്നത് എന്നുമുള്ള കാര്യം അടിവരയിട്ട് വിശ്വാസ സത്യമായി നാം പ്രഘോഷിക്കുന്നു. അതാണ് വിശ്വാസ സത്യം. ദ പേഴ്സൺ ഓഫ് ജീസസ്, ദ റിഡംപ്റ്റീവ് ആക്ട് ഡൺ ഇൻ ഹിസ് പേഴ്സൺ ബൈ ഗോഡ് ദി ഫാദർ. ഇതാണ് സത്യം. അതുകൊണ്ടാണ് അപ്പസ്തലന്മാർ പറഞ്ഞത് മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യൻ്റെ ഇടയിൽ യേശു നാമമല്ല മറ്റൊരു നാമവും മനുഷ്യരക്ഷയ്ക്കായിട്ട് വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം അതാണ്. അത് നമ്മൾ 5-ാം ഞായറാഴ്ചയിലേക്ക് കിടക്കുമ്പോൾ ധനകാലം കിടക്കുമ്പോൾ പാപമോചനം എന്ന് പറഞ്ഞ വിഷയമാണ് അവിടെ. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രന് ഭൂമിയെ പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് അതിൻ്റെ കട്ടിലെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന സംഭവത്തിലാണ് ഏറ്റുനിൽക്കുക. കർത്താവ് ഈ ഭൂമിയെ ചെയ്ത അത്ഭുത പ്രവൃത്തികളൊക്കെ വെറും അടയാളങ്ങളാണ്. അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിൽ കർത്താവ് നിർവഹിച്ചില്ല. പീലാത്തോസ് ആഗ്രഹിച്ചു, ഹെരോദേസ് ആഗ്രഹിച്ചു, അങ്ങനെയൊന്നും ചെയ്തില്ല. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ തൻ്റെ രക്ഷണീയ കൃത്യത്തിൻ്റെ അടയാളമാണ്, ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നിർവഹിക്കപ്പെട്ടതാണ്. അല്ലാതെ കൺകെട്ട് വിദ്യയൊന്നുമല്ലത്. അപ്പോൾ അതുകൊണ്ട് ഈ ധനകാലത്തിൻ്റെ ഞായറാഴ്ചകളിലൂടെ ഈശോയുടെ വ്യക്തിത്വത്തെ അങ്ങയായിട്ട് അനാവരണം ചെയ്യുന്നു ആരാധനക്രമം. അതേ തുടർന്ന് നാം നേരിട്ടങ്ങ് പ്രവേശിക്കുകയാണ് 50 നോമ്പിലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിനത്തിൽ നമ്മൾ ബലികളെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒപ്പം തന്നെ ദാനിയേലിൽ നിന്ന് ദൈവമാണ് പാപവിമോചകൻ എന്നുള്ള സത്യം എടുത്ത് ഘോഷിക്കുന്ന ഭാഗം. അങ്ങനെ ഈശോ ആകുന്ന ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭയാണ് നമ്മുടെ പാപത്തിൻ്റെ മോചനവും. അവിടുന്നാണ് സഭയുടെ ശിരസ്സൻ. അങ്ങിലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങിലാണ് എല്ലാ അധികാരങ്ങളും, എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും നിലനിൽക്കുന്നത്. അവിടുന്ന് കുരിശിൻ്റെ ചിന്തയിലൂടെ, കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെയാണ് അനുരഞ്ജനവും പാപമോചനവും സംഭവിച്ചതെന്നുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിൽ കരുതി വയ്ക്കുക. അങ്ങനെ ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഞായറാഴ്ചത്തെ വചനഭാഗത്തെ നമ്മൾ കാണാനായി. പരസ്പരം ബന്ധിതമാണ്. 4 വചനഭാഗങ്ങളും പരസ്പരം ബന്ധിതമാണ്. ആദ്യത്തേതാ വരുന്നു. അതായത് ലേവിയരുടെ പുസ്തകത്തിൻ്റെ ബലിയർപ്പണത്തിലൂടെ പാപമോചനം എന്ന സത്യം പറയുന്ന 4-ാം അധ്യായം 13-21 വാക്യങ്ങളാണ്. അന്നത്തെ ബലിയർപ്പണ രീതി നമ്മൾക്കറിയാമല്ലോ. കാളക്കുട്ടിയെ കൊണ്ട് ബലിയർപ്പിക്കുന്നു, ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുന്നു. പാവപരിഹാര ദിനത്തിലൊക്കെ ലക്ഷക്കണക്കിന് ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നു. മൃഗങ്ങളുടെ മേൽ കൈകൾ വെച്ചിട്ട് തങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ആ മൃഗത്തിൻ്റെ മേൽ ആരോപിച്ചിട്ട് തനിക്ക് പകരമായിട്ട് മൃഗത്തിനെ വിട്ട് ബലിയർപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കുറ്റിക്കാട്ടിൽ കെട്ടിമണച്ച് കിടക്കുന്ന ആട്ടിൻകുട്ടി അബ്രഹാം കാണുകയും അവിടെ ഇസ്ഹാക്കിന് പകരമായിട്ട് ബലിയർപ്പിക്കുകയും ചെയ്തത്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പിന്നീട് സ്നാപയോഗം ഞാൻ വിളിച്ചു പറയുകയും ചെയ്ത സത്യം അതാണ്. ആദ്യ വായിലേക്ക് വന്ന് നോക്കിയാൽ ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്തെന്നിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാവപരിഹാര ബലിയായ സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന് വാതിൽക്ക് കൊണ്ടുവരികയും വേണം. അന്നത്തെ രീതിയായി പറഞ്ഞു വെച്ചിരിക്കും. ആ ബലികളൊക്കെ കടന്നുപോയി, ആ കാലവും കടന്നുപോയി. സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കാളയുടെ തലയിൽ കൈകൾ വയ്ക്കണം. വേണ്ടത് പുരോഹിതനല്ല, ശ്രേഷ്ഠന്മാരാണ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തെറ്റിന് പകരം ഈ കാളയെ ബലി അർപ്പിക്കുക.
അതിനെ അവിടുത്തെ മുമ്പിൽ വെച്ച് കൊല്ലണം. പിന്നീട് അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കൊണ്ടുവരണം. അവിടെ പൈരിയൻ വേണം. സമാഗമ കൂടാരത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവർ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് തമ്പുരാൻ്റെ വാഗ്ദാന പേടം ഇരിക്കുന്ന സക്രാരി, അതിന് മുൻപിൽ വെച്ചിരിക്കുന്ന തിരശ്ശീല, മറിച്ച് തിരശ്ശീലയും മേൽ 7 പ്രാവശ്യം തളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധി ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പുരട്ടുക. കൊമ്പ് ശക്തിയാണ്. അപ്പോൾ കൊമ്പിൽ പുരട്ടുക എന്ന് പറയുന്നതിനകത്ത് കരുണ, അതിനുള്ള യാതനയാണ്. ശക്തിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധി യാചിക്കാം, കരുണ. അപ്പോൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കുള്ള ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ബാക്കി ഒഴിക്കുകയും വേണം. ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ അങ്ങോട്ട് ചൊരിയുക, ജീവനം കൊടുക്കുക എന്നുള്ളതിനൊക്കെ അർത്ഥം എന്ന് പറയും. പാവപരിഹാര ബലിയുടെ കാളക്കുട്ടിയെ എന്നപോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാവപരിഹാരം ചെയ്യണം. അപ്പോൾ ആരുടെയും കുറ്റം ക്ഷമിക്കപ്പെടും. ആദ്യഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അനന്തരം കാളയെ കൂടാതെ വെളിയിലേക്ക് കൊണ്ടുപോയി ആദ്യ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാവപരിഹാരം ബലിയാണ്. കൊണ്ടുപോയി സമാഗമ കൂടാരത്തിന് വെളിയിൽ കൊണ്ട് ദഹിക്കണം. ഈശോമിശിഹായ പട്ടണത്തിന് വെളിയിലാണ് കുരിശിൽ തറച്ചത്. അപ്പോൾ വെളിയിൽ കൊണ്ടുപോയി എന്നുള്ളതിന് അങ്ങനെ അർത്ഥമുണ്ട്. ഇതാണ് ആദ്യ വായന എന്ന് പറയും. അപ്പോൾ വളരെ ക്ലിയർ അല്ലേ? പാവപരിഹാരത്തിന് അന്ന് അവർ നിർദ്ദേശിക്കുന്ന രീതികളൊക്കെ ഇന്ന് നമുക്കത് പ്രസക്തമൊന്നുമല്ല. നമുക്കത് നിത്യമായ ബലിയുണ്ട് ദൈവസന്നിധിയിൽ. നമ്മുടെ പിതാവിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി അർപ്പിച്ച ബലി, അത് നാം സ്വന്തമായിട്ട് ആവഹിച്ചെടുത്തുകൊണ്ട് ആ ബലിയിൽ പങ്കുചേരുമ്പോൾ പാവപരിഹാര ബലിയായിട്ട് തീർന്നു. അപ്പോൾ അത് പാപപരിഹാരം ചെയ്യുക എന്ന് പറയുന്നത് ആരംഭം എന്നുള്ള എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ പാവപരിഹാരം എന്നത്. ഓരോരുത്തരും അവരുടേതായ രീതിയിലാണ് പരിഹാരം നിർവഹിക്കുക. മനുഷ്യൻ്റെ പരിമിതിയിൽ നിന്ന് വരുന്നതാണ് ഈ പരിഹാരം നിർവഹിക്കപ്പെടണം എന്നുള്ള ചിന്ത. അതുകൊണ്ട് മനുഷ്യൻ്റെ സ്ഥാനത്ത് മൃഗത്തെ നിർത്തിക്കുന്നതിന് പകരം നിൽക്കുകയാണ്. ഇപ്പോൾ തിരശ്ശീല സമാഗമ കൂടാരത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് മുമ്പിലുള്ള തിരശ്ശീലയിൽ അത് 7 തവണ തളിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ കൃപാസനത്തെ മറയ്ക്കുന്ന തിരശ്ശീല, അതിന്മേൽ രക്തം തളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ കർത്താവിൻ്റേതാണ്, കർത്താവിനെ സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെതായ ഒരു അർത്ഥസൂചകമായ പ്രവൃത്തിയാണത്. അപ്പോൾ ബലിപീഠത്തിലെ കൊമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശക്തിയുടെ പ്രതീകമാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ആ കൊമ്പിൽ ചെന്ന് പിടിച്ചു നിന്നാൽ ആർക്കും കൊല്ലാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കരുണ അതിൻ്റെ, അതുകൊണ്ട് കരുണയ്ക്കുള്ള യാതനയാണ് അവിടെ ഒഴിക്കുക. അപ്പം ചുവട്ടിലൊഴിക്കുക, ബലിപീഠത്തിന് ചുവട്ടിലൊഴിക്കുക പറഞ്ഞാൽ ജീവൻ അങ്ങ് സമർപ്പിക്കുക, മുഴുവനായിട്ട് ചൊരിയുക എന്നുള്ളതാണ്. അപ്പം ജീവൻ കത്താൻ സമ്മതിക്കുന്നു. അപ്പോൾ പാളയത്തിനുള്ളിലും പാളയത്തിന് പുറത്തും, അതുകൊണ്ട് ഈശോ പാളയത്തിന് പുറത്തും തൻ്റെ ബലി പൂർത്തിയാക്കി. അപ്പോൾ ഇതാണ് ആദ്യത്തെ വായന പറയുമ്പോൾ എടുത്തു നിൽക്കുന്ന എവിടെയാണ്, അങ്ങോട്ടാണ് പോകുന്നത്? മനുഷ്യപുത്രന് ഭൂമിയിൽ പാവമോചിക്കാൻ അധികാരമുണ്ട്, അറിയേണ്ടതിന് ഇതിന് കട്ടിലെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഭാഗത്ത് അത് പൂർത്തീകരിക്കപ്പെട്ട് നിൽക്കുകയാണ്. ആ പാവന് അധികാരം അവിടുന്ന് പ്രയോഗിച്ച് അവിടെ അവൻ്റെ പാപം മോചിക്കുകയും അവൻ എണീറ്റ് പോവുകയും ചെയ്തു. അടുത്ത വായനയിലേക്ക് വരുമ്പോൾ നാം ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 1-9 വാക്യങ്ങളിൽ പാപമോചനം ദൈവത്തിൻ്റെതാണ് എന്ന് ഈ പ്രവാചകൻ എടുത്ത് പറയുന്ന, ഈ പ്രവാചകരെ BC 539 ജീവിച്ചിരുന്നയാളാണ്. അതായത് പ്രവാസ കാലഘട്ടത്തിൽ അവരുടെ ഒപ്പം പോയിരുന്നയാളാണ്. അതായത് രാജകുമാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 ചെറുപ്പക്കാരൊക്കെ നമുക്കറിയാം. ആ കൂടെ പോയാണ് ദാനിയേൽ. എന്നും അദ്ദേഹം തൻ്റെ വസതിക്ക് മുകളിൽ ജനാല അത് തുറന്നിട്ടിട്ട് ജെറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മനുഷ്യനാണ് ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ. അപ്പോൾ വളരെ നല്ല ഒരു പ്രവചന ഭാഗമാണ് നമുക്ക് പിന്നീട് പഠിക്കാവുന്നത്. അപ്പോൾ അഹേശ്വരൂസ് രാജാവിൻ്റെ മകൻ ദാരിയൂസ് ഭരിക്കുന്ന കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അത് അഹേരൂസിൻ്റെ മകനും ജനനം കൊണ്ട് മേരിയാക്കാരനും കൽദായരുടെ രാജാവും ആയിരുന്ന ദാരിയൂസിൻ്റെ 1-ാം ഭരണവർഷം, അവൻ്റെ വാഴ്ചയുടെ 1-ാം വർഷം, ദാനിയേലായ ഞാൻ യെരമ്യാ പ്രവാചകന കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം ഏതാണ്ട് 70 വർഷത്തോളം ജെറുസലേം നിർജ്ജനമായി കഴിയുമെന്നുള്ള പ്രവചനം ഉണ്ടായിരുന്നു. ലിഖിതങ്ങൾ വായിച്ചും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ
ചാക്കൊടുത്ത ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിൻ്റെ നീതിക്കായി കിടന്നു. ഈ ദാനിയേൽ പറയാം, യെരമ്യാ പ്രവാചകൻ പറഞ്ഞു 70 വർഷക്കാലത്ത് നിർജ്ജനം കിടന്നു. 70 വർഷം അങ്ങനെ കിടന്നു. BC 587 അവർ തട്ടിക്കൊണ്ടുപോയി. എല്ലാ ജനത്തെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെന്ന് അത്രയും കാലം കഴിഞ്ഞിട്ട് പിന്നെ 1937 തിരിച്ചു വന്നെങ്കിൽ ആ വരവുള്ള സ്ലോ ആയിരുന്നു. ദേവാലയൊക്കെ പണിതുവന്നപ്പോഴത്തേക്കും പിന്നീട് കുറേ വർഷങ്ങളായി. അവരുടെ 70 വർഷം നിർജ്ജനമായിട്ട് കിടന്നു എന്ന് പറയുന്നത് യെരമ്യാ പ്രവചിച്ച കാര്യം ഓർത്തുകൊണ്ട് ദാനിയേൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും പ്രാശ്ചിത്തം ചെയ്യുകയും ഉപവസിക്കുകയും ചെയ്യുക. തെറ്റിന് പരിഹാരമായിട്ടാണല്ലോ ഇങ്ങനെ ഈ വിപ്രവാസം ഉണ്ടായത്. ദൈവ കൽപ്പനകൾ നിഷേധിച്ചത് കൊണ്ടാണ്. ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുകയും നിങ്ങളുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവനായി ഉടമ്പടി പാലിക്കുകയും അതുകൊണ്ട് അതിനെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉത്തമനും, അതായത് തൻ്റെ ഉടമ്പടി പാലിക്കുന്ന, നമ്മൾ പാലിക്കാത്ത സമയത്ത് ദൈവം തൻ്റെ ഉടമ്പടി പാലിക്കുന്ന ഉത്തമനും ഭീതിതനുമായ കർത്താവാണ്. ഞങ്ങളങ്ങയുടെ കൽപ്പനകളിലും ചടങ്ങുകളിൽ നിന്ന് ഞങ്ങൾ അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർദ്ധിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തെന്ന് ഏറ്റുപറയുക. ഇപ്പോൾ പാപമോചന ആവശ്യമെടുത്ത് പറയുക. ഞങ്ങൾ ധിക്കരിച്ചു, നീ വിശ്വസ്തനായിരുന്നപ്പോൾ. ഞങ്ങളുടെ രാജാക്കന്മാരും ഞങ്ങളുടെ പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്കുകൾ ഞങ്ങൾ ചെവിക്കൊണ്ടേയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ വചനം ഞങ്ങൾ ശ്രമിച്ചില്ല എന്നും അതുകൊണ്ട് വഴിതെറ്റി പേറ്റുപറച്ചില്ല നടക്കുന്ന കുമ്പസാരം നടക്കുക ദാനിയേലിലൂടെ ജനത്തിനു വേണ്ടി. കർത്താവെ, നീതി അങ്ങയുടേതാണെന്ന് ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ വഞ്ചന നിമിത്തം ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾ ചെതറിക്കപ്പെട്ടു. അതുകൊണ്ട് യൂദായിലേക്കും ജെറുസലേമിലെ നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥനുമായ ഇസ്രായേൽ ജനത്തിൻ്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്ന പോലെ ലജ്ജയാണ് നിർളിക്കുന്നത്. കാരണം പാപം ചെയ്തതിന് ഫലമായി ദൈവത്തെ അഭിമുഖമായി നോക്കുവാൻ കഴിവില്ലാത്തതുകൊണ്ട് ലജ്ജയാണ് മുഖത്ത് ആവരണം ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുക. കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും അങ്ങയുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരുടെ ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ എന്ന് പറയാം, കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. അവിടുത്തെ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്, എന്നാൽ ഞങ്ങൾ അതിനോട് അങ്ങയോട് മത്സരിക്കുക എന്ന് പറഞ്ഞ് ഏറ്റു പറയുക. കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എടുത്തു പറയുക, ദൈവപിതാവ് നൽകപ്പെട്ട നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൃപ തൻ്റെ പുത്രനെ നൽകി അവരുടെ പാപമോചനം നൽകി എന്നുള്ളതാണ്. ഒരു 70 വർഷക്കാലം ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന പാപത്തിന് ശിക്ഷയായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തനം ചെയ്തതിന് പശ്ചാത്തപിക്കുന്നതാണ് ദാനിയേലും പ്രവാസത്തിൽ. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ഭാഗം നമ്മുടെ ജീവിതത്തിലെ ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറഞ്ഞ് ഒരു തമാശയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വളരെ അത് ഉപവാസത്തോടുള്ള ഏറ്റുപറച്ചിൽ ഏറ്റവും നെഹമ്യായിലും ഇത് തന്നെ നമ്മൾ എടുത്ത് കാണുന്നുണ്ട്. നെഹമ്യ പ്രവാചകനൊക്കെ ആദ്യം 3 പേരാണല്ലോ ഈ പ്രവാസങ്ങൾ തിരിച്ചു വരുമ്പോൾ 3 പേര്, നെഹമ്യായും പിന്നെ യസ്രായും പിന്നെ മറ്റൊരു വ്യക്തി, ഇന്നാണ്ട് 3 പേര് കൂടിയാണല്ലോ ഒരു തിരിച്ച് വരാനായിട്ടും ഒരുമ്പിടുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർ ജനത്തെ പുനരുദ്ധരിക്കാൻ വരുമ്പം ശ്രമിക്കുന്നതിൻ്റെ ശ്രമങ്ങളൊക്കെയാണ് യസ്രാ നെഹമ്യ കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. ഉടമ്പടി പാലിക്കുന്നതയും അതേസമയത്ത് മാറ്റമില്ലാത്ത കരുണയുടെയും അതേസമയത്ത് കൽപ്പന, അത് ചട്ടങ്ങളും അകൃത്യങ്ങളും അപരാധങ്ങളും ദുഷ്ടതയും ധിക്കാരവും നിറഞ്ഞ ജനത്തിൻ്റെ സ്വഭാവം എടുത്ത് കാണിക്കുക. 3-4 കാര്യങ്ങളാണ്. 1, കൽപ്പനയെ ഒരിക്കലും അനുസരിക്കുന്നില്ല. 2, അകൃത്യങ്ങൾ അത് കുന്നുകൂടി. പിന്നെ അപരാധങ്ങൾ അതിനേക്കാൾ അധികം. ദുഷ്ടത വർദ്ധിച്ചു. ധിക്കാരപരമായ ജീവിതം. ഇതുതന്നെയാണ് സോളമൻ്റെ പ്രാർത്ഥന എടുത്ത് പറയുന്നത് നിരന്തരമായി. അപ്പോൾ കരുണ യാചിക്കുക പാപമോചനത്തിനായി. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അതായത് തെറ്റുകളെല്ലാം ഓർക്കുമ്പോൾ മുഖത്ത് ലജ്ജയാണ് എന്ന് പ്രവാചകൻ നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അതുകൊണ്ട് ഈശോമിശിഹായുടെ പാപമോചന പ്രക്രിയയിലേക്ക് നമ്മൾ നീങ്ങിയ പാപമോചന രക്ഷയും ഈശോയിൽ നിന്ന കൊളോസ്യാക്കൾ ലേഖനത്തിന് 1-ാം അധ്യായത്തിൻ്റെ 12-19 വാക്യങ്ങൾ വരുന്ന ഒരു ഭാഗം പ്രധാനമായും ഈ ലേഖനഭാഗം രൂപീകരിക്കുന്ന തൊട്ട് മുൻപ് ഉള്ള ഘട്ടങ്ങളിൽ സഭയിൽ പ്രചാരത്തിലിരുന്ന ഒരു വിശ്വാസ പ്രഖ്യാപന ഗീതമാണ്. അതായത് വേദപുസ്തകം ഉണ്ടാകുന്നത് 49 ശേഷമാണ്. അതിന് മുൻപ് ഈശോ മരിച്ച ഉത്ഥാനത്തിന് ശേഷം ഇടയ്ക്കെന്താ ഉണ്ടായിരുന്നത്? അന്ന് ന്യൂ ടെസ്റ്റ്മെൻ്റ് ഇല്ലല്ലോ, പിന്നെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് എന്താണ്?
വിശ്വാസ സത്യങ്ങളുടെ ആ ഫോർമുലകൾ അതിലെ ഒഴുകി നടന്നിരുന്നു. അങ്ങനെ ആ ഫോർമുലകൾ, പ്രത്യേകിച്ച് മാമോസയ്ക്കൊക്കെ പിതാവിൻ്റെയും പുത്രൻ്റെയും പിതാവിൻ്റെ നാമത്തിലും മാമോസ നൽകുന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഫോർമുല രൂപപ്പെട്ട് കിടന്നിരുന്നു. അതിലൊന്നാണ് കൊളോസ്യാക്ക് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15 തൊട്ട് 20 വാക്യങ്ങൾ. വിശ്വാസ സത്യപ്രബോധനമാണ്. ഈശോ ആരാണ്? സഭയാ ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവനിലും അവനിലൂടെയും അവന് വേണ്ടിയുമായിട്ടെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ആദ്യജാതനാണെന്ന് പറഞ്ഞാൽ ആദ്യജാതന പ്രഥമസ്ഥാനീനാണെന്ന അർത്ഥത്തിലാണ് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ഇവിടെ കടന്നു വരിക. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഭാഗത്ത് പ്രകാശത്തിൽ വിശുദ്ധോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് വേണ്ടി നമ്മെ യോഗ്യനാക്കിയ പിതാവിനെ കൃതജ്ഞത അർപ്പിക്കുകയും. കണ്ടോ, പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും രണ്ട് തരത്തിലെ ആൾക്കാരുടെ ചിന്തകൾ അന്നത്തെ ഫിലോസഫിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും അവിടുത്തെ നമ്മെ മോചിപ്പിച്ച അവിടുത്തെ സൽപ്രവൃത്തികൾ രാജ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും കൈവന്നിരിക്കും. ഈശോ മിശിഹായിലാണ് രക്ഷയും പാപമോചനവും കൈവന്നിരിക്കും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും. ഇതാദ്യം പറഞ്ഞ പോലെയല്ല. ആദ്യത്തെ സൃഷ്ടിച്ചതിൻ്റെ ഛായയിലും സാധിച്ച് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആ ഛായ സദൃശ്യമല്ല, പ്രതിരൂപമാണ്. എന്ന് പറഞ്ഞാൽ കുരക്കടി ഈശോ ദൈവപുത്രൻ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ സൃഷ്ടിക്കുമ്പോൾ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടത് സൃഷ്ടിയിലാദ്യജാതനല്ല, പ്രഥമസ്ഥാനീയനം എന്ന കാര്യം ഇവിടെ പഠിപ്പിക്കുക. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യാദൃശ്യമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. കണ്ടോ, അവനെല്ലാം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അവൻ ആദ്യജാതനാകുന്നത് എങ്ങനെ? അതായത് അവൻ ആദ്യമേ ഉള്ളവൻ, അതായത് സൃഷ്ടികൾക്ക് മുമ്പേ ഉള്ളവനാണ്. പക്ഷേ അവൻ പ്രഥമസ്ഥാനീയനം. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്നുമാവട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. ഈശോ മിശിഹായിനെ സർദേ എന്ന് പറയുന്ന ദൈവശാസ്ത്രം പഠിപ്പിച്ച കാര്യം ഇതാണ്. ആൽഫ ആൻഡ് ഒമേഗ. നമ്മൾ ആരംഭിക്കുന്ന ആൽഫയിൽ നിന്നാണ് അവസാനിക്കുന്ന ഒമേഗ. അത് ഈശോ മിശിഹായ. പ്രപഞ്ചം പരിണമിച്ച് പോയി എത്തി നിൽക്കുന്ന ഈശോയിൽ തന്നെയാണ്. അവൻ സഭയാ ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചെന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പ്രഥമസ്ഥാനീയനായി. എന്നാൽ അവനിൽ സർവ സമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തീരുമാനിച്ച ഓൾ പെർഫെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ അവനിൽ കംപ്ലീറ്റ് ആകണമെന്ന് ദൈവം തീരുമാനിച്ചായി. അത് വളരെ കൃത്യമായ ഈശോയുടെ വ്യക്തിത്വത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് ദ പേഴ്സൺ ഓഫ് ജീസസ്. അപ്പം നമ്മൾ ഭാഗ്യവാന്മാരും നമ്മുടെ രാജ്യത്തിലേക്ക് നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രചാരണ ഗീതമാണ്. അവിടെ വന്നിരിക്കുക അവൻ സർവനാമം ഉപയോഗിച്ചിരിക്കണം. വളരെ കൃത്യമായിട്ട് അതുകൊണ്ട് മുമ്പ് നിലനിന്നിരുന്ന ഒരു ഗീതം എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സൃഷ്ടപ്രപഞ്ചം അതുപോലെ സഭയാവുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. പ്രതിരൂപമാണ്, ദൈവത്തിന് സാദൃശ്യം പോലെയല്ല. അതുകൊണ്ട് അവൻ ആദ്യജാതനാണ്. എന്ന് ആര്യൂസ് എന്ന് പറയുന്ന ആൾ ആദ്യഘട്ടങ്ങളിൽ പിതാവിനേക്കാൾ താഴ്ന്ന ആളാണ് കർത്താവിനെ പറഞ്ഞു പിടിപ്പിച്ചാണ് ആര്യൂസ് പാഷൻഡർ എന്ന് പറയും. അങ്ങനെയല്ലത്, സൃഷ്ടിക്കപ്പെട്ട ആളല്ലത്, സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ആളാണ്. അത് തമ്പുരാൻ്റെ സഭ തള്ളിക്കളഞ്ഞാണ് ആര്യൂസിൻ്റെ പാഷണ്ഡത എന്ന് പറയും. അപ്പോൾ അത് അന്നുണ്ടായിരുന്നതാണ് പാഷണ്ഡത. അപ്പോൾ ഇസ്രായേൽ എൻ്റെ പുത്രനാണ് ഇപ്പം പറയുന്ന കേട്ടില്ലേ, എൻ്റെ ആദ്യജാതൻ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ ആദ്യം അതിന് മുമ്പ് ജനങ്ങളില്ലായിരുന്നു, ഉണ്ടായിരുന്നു. പ്രഥമസ്ഥാനീയനാണെന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സൃഷ്ടി കർമ്മത്തിലെ പ്രഥമസ്ഥാനീയൻ എന്ന് പറയുമ്പം സൃഷ്ടികർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ഈശോ മിശിഹായ. എന്നാൽ ഈശോ മിശിഹ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് ശിരസ്സാണ് എന്ന് പറയുമ്പോൾ സഭാ ശരീരം ശിരസ്സാണ്. ഞാൻ എല്ലാറ്റിൻ്റെയും ആരംഭമാണ്, ആദ്യ കാരണമാണ്. അവനിലൂടെയാണ് എല്ലാം അന്ത്യവും ഉണ്ടാവുക. അവൻ മരിച്ചു എന്നുള്ള ആദ്യജാതനാണ്. അപ്പോൾ അതുകൊണ്ട് ഉയർപ്പിൻ്റെ അടിസ്ഥാനവും ഈശോ മിശിഹ തന്നെയാണ്. അപ്പോൾ അവനിൽ വഴിയാണ്, അവൻ കുരിശിൽ ചെന്തിയ രക്തം വഴിയാണ് പാപമോചനം. ഇത് സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് മാത്രം മനസ്സിലാവുന്ന സത്യമാണ്. യുക്തിവാദികൾക്ക് ഒട്ടും മനസ്സിലാവില്ല. മനസ്സിലാകണമെങ്കിൽ കൃപ ആവശ്യമാണ്. ഈ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ മാനുഷികമായ ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവുകയില്ല. അവിടെ ദൈവത്തിൻ്റെ കൃപ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ മാത്രമേ ഇതാരാണ് ദൈവത്തിന് നിനക്ക് എന്നുള്ള സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന കാര്യമായിരുന്നു. ഈശോ മിശിഹ എന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ ഹൃദയത്തോട് സജീവമായി ബന്ധപ്പെട്ട് നിൽക്കുക. ആ ബന്ധം ദൈവകൃപയിലൂടെ അനുഭവിച്ചറിയുമ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുക. അതിൻ്റെ സമാപനത്തിലാണ് പാപമോചിക്കുന്ന കർത്താവിനെക്കുറിച്ച് മർക്കോസ് സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 1-12 വാക്യങ്ങൾ മനോഹരമായ ആ സംഭവം കടന്നു വരിക. നോക്കിയേ, ഈശോ പരിസജീവിതകാലം പ്രശസ്തനായി
കർത്താവിന് പിന്നെ ആളുകൾ ഓടിക്കൂടുന്നു. അതേ ഇരിക്കുന്നിടത്ത് ജനം എല്ലാ ഭാഗത്തും കടന്നു വരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അടുത്തില്ല, നിവൃത്തിയില്ല. അതേസമയത്ത് ഒരു രോഗിയെ മരിച്ചുകൊണ്ട് 4 പേര് വരിക, കട്ടിലെ എടുത്തുകൊണ്ട് വരിക. എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ ചെയ്യുന്നു, കൊണ്ടിരുന്ന അടുത്തില്ല, നിവൃത്തിയില്ല. അവർ നിരാശരായില്ല. എന്നാൽ പിന്നെ നാളെ ആട്ടെന്ന് പുറകോട്ട് പോയില്ല. അവരെ പ്രത്യാശയോടുകൂടി അവർ എന്ത് ചെയ്തു? അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് അവർ പുറത്ത് പോയി മുകളിൽ കയറിയിട്ട് പുരയുടെ മുകൾ ഭാഗം പൊളിച്ചിട്ട് കട്ടിലിൽ താഴോട്ട് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അതായത് രോഗിയുടെ അല്ല, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്താണ് നീ കട്ടിലെടുത്തുകൊണ്ട് നടക്കുക, നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ആൾക്കവിടെ ഫരിസേയർ അവിടെ നിന്ന് പിറുപിറുത്തു, പാപം മോചിക്കുക, പാപമോചനം ദൈവത്തിൻ്റെ അധികാരമല്ലേ? ആഹാ, ഏതാണ് എളുപ്പം, പാപം മോചിക്കുക എന്ന് പറയുന്നതാണോ, കട്ടിലെടുത്ത് നടക്കുക ഏതാണ് മോചിക്കുക എന്ന് പറയാൻ ചോദിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായ സുവിശേഷഭാവം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ കഫർനാമിലേക്ക് തിരിച്ചെത്തിയപ്പം അവൻ വീട്ടിലുണ്ടായിരുന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഇതാണ് ആദ്യ ഭാഗം. ഈശോ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇന്നും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്ത് എത്താൻ അവർ കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ അവരോട് തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. വിളിച്ചത് മകനെ എന്നാണ്. മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഉണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നല്ലോ. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിച്ചു എന്ന് മനസ്സിലാക്കി ഈശോ അവരോട്. ഇതാണ് വിചാരങ്ങളെ മനസ്സിലാക്കുന്നവനാണ് ദൈവം. അവർ വിചാരിച്ച് കർത്താവ് മനസ്സിലാക്കി. എന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗികൾ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നതോ, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നടത്തുമെന്ന് പറയുന്നത് ഏതാണ് എളുപ്പം? എന്നാൽ ഭൂമിയിൽ പാപം മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പ്രവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാം. തക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കണ്ണ് പുറത്തുപോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതാണ് സുവിശേഷ ഭാഗം. എപ്പോഴും ധ്യാന വിഷയമായിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഇത്. അതായത് കർത്താവിൻ്റെ പ്രവൃത്തി അവിടുന്ന് വിശ്വാസത്തിനാണ് പ്രതികരിക്കുന്നത്. തളർവാദ രോഗിയുടെ വിശ്വാസമില്ല, എടുത്തുകൊണ്ട് വന്ന ആളുകളുടെ വിശ്വാസത്തിനാണ് ഈ പ്രതികരണം നൽകിയിരിക്കുന്നത്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ അത് വളരെ ഗുരുതരമായ രോഗിയാണ്. അതുകൊണ്ടാണല്ലോ മേൽക്കൂര പൊളിക്കാനൊക്കെ അവർ പോയത്. അപ്പോൾ 4 പേര് ഇവിടെ വന്നത്, മേൽക്കൂര പൊളിച്ചത്, പാവമോചനം നൽകിയത്, പിന്നെ അവസാനം കിടക്കിയെടുത്ത് നടക്കണം. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ഈ സംഭവം കടന്നു പോവുകയാണ്. അപ്പോൾ ഇതെവിടെയാണ് നടക്കുന്നത്? കഫർനാമിൽ. കഫർനാമിൽ എവിടെയാണ്? പത്രോസിൻ്റെ വീട്ടിൽ. പത്രോസിൻ്റെ വീടാണ് കർത്താവിൻ്റെ വീടായിട്ട് അറിയപ്പെട്ടിട്ട്. ഇന്ന് നമുക്കവിടെ ചെന്നാൽ വീടിൻ്റെ അടിത്തറയും കല്ലുകളും ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അതായത് കഫർനാമിൽ. അപ്പം അതുകൊണ്ട് അവിടെ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി ഈ രോഗിയെ കൊണ്ടുവന്ന ആളുകളിലാണ് ഏറ്റവും അതിനകത്ത് വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് വളരെ സാഹസികമായിരുന്നു അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. മകനേ എന്ന കർത്താവ് വിളിച്ചു. എന്നിട്ട് ഇപ്പം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാപമോചൻ ഒക്കെ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളത് ശരി തന്നെയാണ്. കർത്താവ് കാരുണ്യത്താൽ അവിടുന്ന് പഴയ നിയമത്തിൽ എപ്പോഴും പറയുന്നതാണ്, ഒന്ന് കർത്താവ് കാരുണ്യവാനാണ്, കൃപാനിധിയാണ്, കോപിക്കുന്ന വിമുഖനാണ്, സ്നേഹത്തിലും വിശ്വസ്തതയും അത്യുദാരനാണ്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നത്. കർത്താവിനെക്കുറിച്ചുള്ള നിർവചനം തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ മുമ്പിലൂടെ കർത്താവ് കടന്നുപോയി എന്ന് പറയും. തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ആ ഒരു അധികാരം, ആ ഒരു കർത്താവ് തന്നെയാണ് ഇവിടെ മനുഷ്യരൂപത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. എന്നെ പ്രതി നിൻ്റെ തെറ്റുകൾക്ക് തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെയാണ്. ഏശയ്യായോട് പറയാം 41 അധ്യായത്തിൽ, നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. ഏശയ്യായുടെ 41 അധ്യായം നമുക്ക് വളരെ പരിചിതമായ അധ്യായമാണ്. അവിടെ തന്നെ എടുത്തു പറയുന്ന കാര്യമാണിത്. അതുകൊണ്ട് ഇസ്രായേൽ മുഴുവൻ കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ പുരോഹിതന്മാർക്ക്, ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർക്ക് പാപമോചന അധികാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ ഈ വൈദികർക്ക് പാപമോചന അധികാരം എന്ന് പറയുന്നത്? കർത്താവ് കൈമാറിയതാണ്. ലോകത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും കടന്നു വരുന്ന അദൃശ്യനായ കർത്താവിൻ്റെ പാപമോചനം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ബലഹീനരായ മനുഷ്യരെ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുന്നത് കൊണ്ടാണ് പാപമോചന അധികാരം നൽകപ്പെട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, എത്രയോ ആൾക്കാർ ഇതിനു വേണ്ടി കൊതിച്ചു, എത്രയോ ആൾക്കാർ വേണ്ടി കൊതിച്ചു. ഒരിക്കലും വലിയ സാഹിത്യകാരൻ, ഞാൻ എടുത്ത് പറയുകയുണ്ടായി, കേരളത്തിൽ
എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു കുമ്പസാരക്കൂട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു വലിയ സാഹിത്യകാരൻ പറഞ്ഞ്, ഞാൻ പേര് പറയുന്നില്ല, പറയുണ്ടായി. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു കുമ്പസാരക്കൂട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുവെന്ന്. അതിൻ്റെ നന്മ അനുഭവിച്ചറിയുന്ന ജനമേ, ഇതിനെതിരായിട്ടൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളെ ആരെയും ബാധിക്കുകയില്ല, സ്പർശിക്കുകയില്ല. കൃത്യമായിട്ട് മനസ്സിലായിക്കോ. വെള്ളിയാഴ്ച വരുമ്പോൾ എന്താ നീണ്ട നിര ഇങ്ങനെ കുമ്പസാരത്തിന് മുമ്പിൽ എപ്പോഴും കാണാൻ പറ്റും. കുമ്പസാരത്തിന് പാവം പൂജിക്കാൻ അച്ഛന്മാരെ കിട്ടാൻ ആളുകളൊന്ന് വിഷമിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സഭയിൽ വിശ്വാസത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല, കുറവുണ്ടാവുകയുമില്ലെങ്കിലും ഈ ആളുകളിങ്ങനെ ഇതുപോലെ കുമ്പസാരത്തിലൊക്കെ ഈ വലിയ മുറവിളി കൂട്ടുന്ന ആളുകൾ ഓർക്കുക, നീ നിഷേധിക്കുന്നത് ദൈവികമായ ഇടപെടലിനെയാണ്. മാനുഷിക ബലഹീനതയിലായിരുന്നുണ്ട്. പക്ഷേ മാനുഷിക ബലഹീനതയ്ക്ക് അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഇടപെടലാണ് പാപത്തിന് അധികാരം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവമായ കർത്താവ് അതുകൊണ്ട് ആ ഉള്ളിൻ്റെ വികാരം മനസ്സിലാക്കി വേണം പറയാനായിട്ട്. മനുഷ്യൻ നമ്മളെ കാണുന്ന പോലെയല്ല കർത്താവ് നമ്മളെ കാണുന്നത്, മനുഷ്യൻ കാണുന്ന പോലെയല്ല. അതായത് മനുഷ്യൻ്റെ ബാഹ്യരൂപത്തിലാണ് ശ്രദ്ധിക്കുന്നത്, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളും. അതുകൊണ്ട് അവരുടെ വിചാരങ്ങൾ കർത്താവിന് മനസ്സിലായി. അതായത് ബാഹ്യരൂപത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈശോ ശ്രദ്ധിക്കുന്ന നമ്മുടെ ഹൃദയ ഭാവത്തിലാണ്. അങ്ങ് മാത്രമാണ് ഹൃദയങ്ങളെ അറിയുന്നത്. ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ്റെ പ്രാർത്ഥന എടുത്തു, അങ്ങ് മാത്രമാണ് ഹൃദയങ്ങളെ അറിയുന്നവൻ. എന്നിട്ട് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ഇപ്പോൾ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സുഖമാക്കപ്പെട്ടു എന്നുള്ളതാണ്. കിടക്കയെടുത്ത് നടക്കുക പൂർണ്ണമായിട്ട് സുഖമാക്കപ്പെട്ടിരിക്കും. ആളുകളെ വിസ്മയിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ പിന്നിലെ ദൈവിക ശക്തി അവർക്ക് മനസ്സിലായി. നമ്മുടെ ഈ ചിന്തകൾ സമാപിപ്പിക്കുകയാണ്. തനകാലത്തിൻ്റെ 5-ാം ഞായറാഴ്ച കിടക്കുമ്പോൾ നമ്മൾ സഭ ഒരുക്കുകയാണ്. എങ്ങോട്ട് പോകാനാ? ആ രക്ഷയുടെ ആ വലിയ പ്രവർത്തനത്തിലേക്കും രക്ഷയുടെ പ്രവൃത്തിയിലേക്കും ഈശോ മിശിഹായുടെ പീഡാനുഭവ മരണ രഹസ്യങ്ങളിലേക്കും അതിനുള്ള ഒരുക്കമായ നോമ്പിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. തനകാലത്തിൻ്റെ ഈ വായനകളും ഈ ചിന്തകളും. നമ്മുടെ ആത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഖ്യമാണ് ഈശോ മിശിഹായിൽ നിന്ന് അടർന്നു വീഴുന്നതായ പാപമോചനം. അതൊക്കെ സഭയിലൂടെ കൂതാശിലൂടെ നമുക്ക് ലഭ്യമാകുന്നതിന് നന്ദിയോടുകൂടി അതിന് വിധേയരാകാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.